Hi, I'm Thesnim Azeez. ഇന്നത്തെ റെസിപ്പി ഒരു റഷ്യൻ സ്നാക്കാണ്. അതിന് മുമ്പ് പറയാം കിച്ചൺ പഴയതായി ഇല്ലേ, കുറേ ആളെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേതാ കിച്ചൺ മാറിയോ, എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം നാട്ടിലായിരുന്നു, ഞങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ട്, അവിടെയാണ് ഉണ്ടായിരുന്നത്. പെരുന്നാൾ വ്ളോഗ് കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വ്ളോഗ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്കിന്ന് റഷ്യൻ ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. റഷ്യൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മുടെ അവിടെ കിട്ടാത്ത സാധനങ്ങളാണെന്നൊന്നും വിചാരിക്കണ്ട, എല്ലാം ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണേ. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യണേ. പിന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചിലരെല്ലാം എനിക്ക് ആൻസർ ചെയ്യേണ്ടതുണ്ട്. മൈക്രോവേവിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആൻസർ ചെയ്യും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ റെസിപ്പിയിലേക്ക് പോവാം. ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 50 ഗ്രാം ബട്ടർ വേണം. ഇത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതൊന്ന് മൈക്രോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാം. മൈക്രോ പ്രൂഫായിട്ടുള്ള പാത്രമാണ് കേട്ടോ. ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്തെടുത്തേ. ഇനി ഒരു 1/4 കപ്പ് വെള്ളം, അതുകൂടെ ഒന്ന് ലൈറ്റായിട്ട് ചൂടായാൽ മതി. അധികം ചൂടാവരുത്. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്. 1/4 ടീസ്പൂൺ നിറയെ ഹീപ്പായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് ഫങ്ഷൻ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു കപ്പ് 100 ഗ്രാം മൈദയാണ്. ഞാൻ ഒരു കപ്പ്, ഇതിപ്പോൾ 240 ml കപ്പാണ്. 240 ml കപ്പ് ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 110 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഇത് കണ്ടോ, നിറയെ അങ്ങോട്ട് എടുത്തിട്ടില്ല, ഒരു ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റിയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കുക. മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. 1/4 കപ്പ് ചൂടാക്കി എന്ന് വിചാരിച്ച് ആ മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അത് നോക്കി വേണം ഒഴിക്കാൻ. ഇനി നന്നായിട്ട് കുഴഞ്ഞിരിക്കാൻ. ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. അപ്പം നോക്കിയാൽ മാവ് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. കറക്റ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു. ഓക്കെ, ഒരെണ്ണത്തിന് ഞാൻ ഇതിൽ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഈ ഒരെണ്ണത്തിലേക്ക് നമുക്ക് കുറച്ച് ഒന്നിങ്ങനെ പരത്തി വയ്ക്കാം. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർക്കാം. ഇത് 1/2 പോർഷനാണ് അല്ലേ, ഇതൊരു 1/2 പോർഷനാണ്. ഇത് ഒരു 1/2 പോർഷനാണ്. ഈ 1/2 പോർഷനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇതിനി നമുക്ക് ഒന്ന് വല്ലാതെ ലൂസായിട്ട് തോന്നുക, നിങ്ങൾക്ക് പരത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വൈറ്റ് കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം, അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 1-2 ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഒരാൾ ചോദിക്കുന്നത് ഉമാപ്രദീപാണ്. ഉമാപ്രദീപ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ലസാനിയൻ്റെ ഞാൻ ഏത് വെസലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ലസാനിയ നമ്മൾ ചെയ്യുന്നത് ഓവണിലല്ലേ, അപ്പോൾ ഓവൺ പ്രൂഫായിട്ടുള്ള ഗ്ലാസ് വെയർ. അപ്പോൾ അത് ട്രിയോ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ട്രിയോ ആണോ എന്നുള്ളതാണ്, ട്രിയോ ആണ് അല്ലെങ്കിൽ ബോറൂസിലാണോ അല്ലെങ്കിൽ എന്താ പറയുക പൈറക്സ് ആണ്. ഈ 3 കമ്പനീസൊക്കെയാണ് സാധാരണയായിട്ട് മൈക്രോ പ്രൂഫായിട്ടുള്ള അല്ലെങ്കിൽ ഓവൺ പ്രൂഫായിട്ടുള്ള ഗ്ലാസ് വെയർ ഇറക്കിയിട്ടുള്ളൂ. പക്ഷെ അവർക്ക് അല്ലാത്ത ഗ്ലാസ് വെയറും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ കടയിൽ ചോദിക്കണം, അല്ലെങ്കിൽ അത് വായിച്ച് നോക്കണം ഓവൺ പ്രൂഫ് ആണോ എന്ന്. അപ്പോൾ ഓവൺ പ്രൂഫായിട്ടുള്ള ഗ്ലാസ് വെയറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കി, ഇതിപ്പോൾ പിന്നെ ബോറോസിലാണ്.
ഇത് എന്താ പറയുക, ചിലവരെടുത്ത് ചോദിക്കും നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണെങ്കിൽ നമുക്കത് ഓവണിൽ ഉപയോഗിക്കാം. അങ്ങനെയല്ല, ഏതാന്നുള്ള കമ്പനി ഇറക്കുന്നത് നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ്. പക്ഷെ എന്താ, അത് ഓവൺ പ്രൂഫ് അല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. പക്ഷെ ഇത് കാണുമ്പോൾ രണ്ടും ഒരേപോലെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കും അത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുമൊന്നുമില്ല. അത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വാങ്ങുന്ന സമയത്ത് ചോദിച്ചിട്ട് തന്നെ വാങ്ങണം. ഓക്കെ, ഓവൺ പ്രൂഫ് ആണോ എന്നുള്ള ഗ്ലാസ് കൂടെ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. പൈറക്സ്, ബോറോസിൽ, ട്രിയോ ഇങ്ങനെയുള്ള കമ്പനീസാണ് ഓവൺ പ്രൂഫായിട്ടുള്ള ഗ്ലാസ് വേറെ ഇറക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഒരാൾ ചോദിച്ചിട്ടുള്ളത്, അവർ ഇങ്ങനത്തെ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ സ്പാർക്ക് ചെയ്യണമെന്ന്. അത് ഇതിൻ്റെ മുകളിലുള്ള പെയിൻറ്റ് ഇളകി പോയിട്ടുണ്ടെങ്കിലാണ് സ്പാർക്ക് ചെയ്യുക. ഇത് അല്ലാതെ എല്ലാ ഓവണിൽ യൂസ് ചെയ്യാൻ വരുന്നതാണ്. ഓവൺ റാക്ക്, ഹൈ റാക്ക്, ലോ റാക്ക് എല്ലാം ഓവൺ കമ്പനീസ് ഇറക്കുന്നതെല്ലാം ഓവണിൽ യൂസ് ചെയ്യാൻ സ്പാർക്ക് വരില്ല. പക്ഷെ അതിൻ്റെ മുകളിലുള്ള പെയിൻറ്റ് ഇളകി പോയിട്ടുണ്ടെങ്കിൽ അത് സ്പാർക്ക് ചെയ്യും. ഓക്കെ, അപ്പം അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുക. പിന്നെ ഒരാൾക്കാരുണ്ട്, ഞാൻ പെരുന്നാളിന് ബിരിയാണി ഉണ്ടാക്കി 2 പേർക്ക് ഇത്രയും വേണമെന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. എന്താ ഞാൻ അതിന് മറുപടി പറയണ്ടേ? നമ്മൾ പെരുന്നാൾ, വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കി നമ്മളെ റിലേറ്റീവ്സിനായിക്കോട്ടെ, നെയ്ബേഴ്സിനായിക്കോട്ടെ ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കൊടുക്കില്ലേ? അതൊക്കെ ഒരു സന്തോഷമല്ലേ? ഈ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ നമ്മളൊരു കൂട്ടായ്മ അങ്ങനെ കൂടുമ്പോഴുള്ളൊരു സന്തോഷം അതൊക്കെ ഇല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ. അല്ലാതെ ഞാനും ഹസ്ബൻഡിനും മാത്രം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അത്. അത്ര മതി അല്ലേ ആൻസർ അതിന്? ഒരെണ്ണം എടുത്തു, ഒരു വൈറ്റ് എടുത്തു, കുറച്ച് മൈദ തൂവ, അടുത്തത് ചോക്ലേറ്റ്, കുറച്ച് മൈദ തൂവ, ഏകദേശം അതേ സൈസിൽ തന്നെ വരത്തിയേക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടി ഉണ്ടാവും, കാരണം മറ്റേത് 2 ക്വാണ്ടിറ്റി ആണല്ലോ, ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി ഉണ്ട്. കുറച്ച് മൈദ തൂവ, അടുത്തത് ഇതിൻ്റെ മുകളിൽ റൗണ്ട് വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഇനി ഒരു കത്തിയോ മറ്റോ എടുത്തിട്ട് കട്ട് ചെയ്യാം. ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. ഒരു സ്ക്വയർ പീസ് എടുത്തു, എന്നിട്ട് ഈ 2 ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 പ്രസ് ചെയ്ത് കൊടുക്കുക. മറ്റേ 2 സൈഡ് വരുന്നതും പ്രസ് ചെയ്യാം. കൂടെ കാണിക്കാം. ആദ്യം ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സ് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. പിന്നെ അത് ബാക്കിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെയും പ്രസ് ചെയ്യാം. സിമ്പിൾ. ഇങ്ങനെ എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഇതാ ഞാൻ ചെയ്ത് കഴിഞ്ഞേ.
നല്ല ഭംഗിയില്ലേ കാണാൻ? എന്തോ ഒരു കായ പോലെ ഉണ്ട് അല്ലേ? നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഈസ്റ്റ് ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് വലുതായി വരും. നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വലുതായിട്ടുണ്ടാവും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. മടക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, ഈ 2 ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് അവിടെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റേ 2 ഭാഗം ബാക്കിലേക്ക് ഇങ്ങനെയും പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, വിട്ട് വരരുത്. ആ രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒട്ടും എണ്ണ കുടിക്കുന്നില്ല കേട്ടോ, ഒട്ടും എണ്ണ കുടിക്കില്ലേ. നമുക്കിതിനൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്, നല്ലൊരു പഞ്ചസാര ഉരുകി നല്ലൊരു സിറപ്പാണ്. പഞ്ചസാര ഇപ്പോൾ ഉരുകിയിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് കട്ടിയാവണം, ചെറുതായിട്ടൊന്ന് കട്ടിയാവണം. ലെമൺ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞതിന് ശേഷം നാരങ്ങയുടെ തോടുണ്ടാവുമല്ലോ, അത് ഇതിലിട്ടിട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ആ ലെമണിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. ഞാനിപ്പോൾ അതിന് വരെ എൻ്റെ അടുത്ത് ഇവിടെ ഒരു ലെമണിൻ്റെ ഒരു കുഞ്ഞി ചെടിയുണ്ട്, അതിൽ നിന്ന് ഒരു ഇല പറിച്ചിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. നിർബന്ധമുള്ള കാര്യമല്ല, ഞാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ കുറുകിയിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ കുറച്ച് നേരം തിളപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏലക്ക വേണമെങ്കിൽ ഇടാം, വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചൂടുണ്ട് കേട്ടോ, ചൂടാറിയിട്ടൊന്നുമില്ല. ഞാൻ ഓഫാക്കി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഒട്ടും എണ്ണയില്ല, നോക്കുക, ഒട്ടും എണ്ണയില്ല കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, എടുക്കുക. അല്ലാതെ ഇതിലിട്ട് സോക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ഇത് സിറപ്പിലിടുക, അപ്പോൾ തന്നെ കോരിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉടനെ ഷുഗർ പൗഡർ അതിലൊന്ന് സ്പ്രെഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഹണി ഒഴിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഭയങ്കര ഹെവി ആയിട്ട് പിന്നെ ഒരു സ്വീറ്റ് ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ ചെറിയൊരു മധുരമുണ്ട്, ഉള്ളിലൊരു ചോക്ലേറ്റൊക്കെ ഉണ്ട്. ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് എന്താ പറയുക, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കല്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്. കാരണം ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും ഒരു മധുരവും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ കുറച്ച് ഹണി ഒഴിച്ചിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ നല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉടനെ നല്ല ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിലേക്ക് ഷുഗർ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. എന്തായാലും നല്ലൊരു സ്നാക്കാണേ. ഈ ടാർട്ടൊക്കെ കഴിക്കില്ലേ നമ്മൾ, നല്ല ടാർട്ട് ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ചോക്ലേറ്റ് വരുന്നുണ്ട്, ഒരു വാനില ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഈ മാവ് കഴിക്കട്ടെ. ഈ മാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തുള്ളൂ, അതിനെക്കാട്ടിലും കൂടുതൽ ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ ചേർക്കുക. നമ്മൾ ഒന്ന് സ്റ്റിഫാകാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ വെക്കും. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് വലിയൊരു എക്സ്പെൻസീവ് ഒന്നല്ലല്ലോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ.
ഏതായാലും നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നല്ലൊരു സ്നാക്ക്. ഗീതേച്ചിന്റെ ഫ്ലാറ്റ് ഓർമ്മ ഉണ്ടല്ലോ, ഓവൻ എന്തോ ഒരു ഉയർത്തി വെക്കാൻ പാടില്ല എന്നുള്ളൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗീതേച്ചി ഇല്ലാത്ത സമയത്ത്. ഇപ്പൊ ഗീതേച്ചിന്റെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഗീതേച്ചി പുഷ്പാണ്ടിയാണ്. രണ്ടുപേരും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഫ്ലാറ്റിൽ നല്ല ഡബിൾ മാസ്ക് ഇട്ടിട്ടാണ് ഉള്ളിലിരുന്ന് വർത്താനം പറയണേ. രണ്ടുപേരും വർത്താനം വൈകുന്നേരം താഴെ പോയിരുന്ന് വർത്താനം പറയാറുള്ളത്. അപ്പൊ അത് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിരുന്ന് വർത്താനം പറയാം. ഗീതേച്ചി ഇത് കഴിച്ചിട്ട് ഇഷ്ടായോ? ചോക്ലേറ്റ് അല്ല, കണ്ടോ, ചോക്ലേറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ചോക്ലേറ്റ് അല്ലല്ലോ, ഡേറ്റ്സും അല്ല. ഡേറ്റ്സ് ആണോ ചോക്ലേറ്റ് ആണോ എന്നൊക്കെയാ ചോദിക്കണേ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണേ. ഇതാ ഗീതേച്ചിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി, പുഷ്പാന്റിക്ക് ഭയങ്കര ഇഷ്ടമായി. പുഷ്പാന്റിക്ക് കുറെ നോർത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. നല്ല കണക്കിന് മധുരവും നല്ല എന്റെ പല്ലിന് പറ്റിയത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടം.